ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാർ നിങ്ങൾക്കായി പോരാടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 7 വാക്യം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൂതന്മാർ നല്ല പോരാളികളാണ്. അവർ നമുക്ക് വേണ്ടി പോരാടുന്നു. യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുമ്പോൾ നാം ഒരു വലിയ സ്വർഗീയ കുടുംബത്തിൽ ചേരുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങൾ അസംഖ്യം ദൂതന്മാരുടെ കൂട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന്. ഇത് എബ്രായർ 12 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവ കുടുംബത്തിൽ ഈ ദൂതന്മാരെല്ലാം എപ്പോഴും നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നു. കർത്താവ് അവരെ ശുശ്രൂഷ ആത്മാക്കളായാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് എബ്രായർ 1 അധ്യായം 14 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൂതന്മാരെല്ലാം നമുക്ക് ചുറ്റും പാളയമിറങ്ങുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ കണ്ണം അവർ നിന്നെ കൈകളിൽ വഹിക്കുമെന്ന് സങ്കീർത്തനം 91 അധ്യായം 11-12 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരും ഇറങ്ങി വന്ന് നമ്മുടെ യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും പോരാടുന്നു. ഒരിക്കൽ അസിറിയൻ രാജാവായ സൻഹെരീബ് ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവിനെതിരെ വന്നു. അസീറിയൻ കമാൻഡർമാർ ഇസ്രായേലിയരെയും ഇസ്രായേലിന്റെ ദൈവത്തെയും ദൂഷിച്ചു. ഹിസ്കിയായ്ക്ക് സൈന്യങ്ങളോ അവർക്കെതിരെ നിൽക്കാനുള്ള ധൈര്യമോ ഉണ്ടായിരുന്നില്ല. ഇതിനോട് കൂട്ടിച്ചേരാൻ സൻഹെരീബ് തന്റെ ദൂതന്മാർ മുഖേന ഹിസ്കിയാവിനെ ഭീഷണിപ്പെടുത്താൻ കത്തുകൾ അയച്ചു. ഒരറ്റത്ത് ഹിസ്കിയാവിന് ആസന്നമായ ഒരു യുദ്ധമുണ്ടായിരുന്നു. മറുവശത്ത് അവനെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. ഈ വലിയ പോരാട്ടത്തിന്റെ സമയത്ത് ഹിസ്കിയാവ് രാജാവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ യഹോവേ, അങ്ങ് മാത്രമാണ് ദൈവമായ കർത്താവ് എന്ന് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 2 രാജാക്കന്മാർ 19 അധ്യായം 14-19 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രാത്രിയിൽ കർത്താവിന്റെ ഒരു ദൂതൻ പുറപ്പെട്ടു. അസിറിയക്കാരുടെ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. അതിരാവിലെ ആളുകൾ എഴുന്നേറ്റപ്പോൾ അവിടെ ശവങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവരും മരിച്ചിരുന്നു എന്ന് 2 രാജാക്കന്മാർ 19 അധ്യായം 35 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട അതേ ദൈവം ഇന്നും മാറ്റമില്ലാതെ ജീവിക്കുന്നു, ഇന്നും എന്നേക്കും ജീവിക്കുന്നു. അവൻ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. സമരത്തിന്റെ പാതയിലൂടെയാണോ നിങ്ങൾ നടക്കുന്നത്? കർത്താവിന്റെ മുൻപാകെ നിങ്ങളുടെ ഹൃദയം തുറക്കുക. അന്ന് ഹിസ്കിയാവിനൊപ്പം നിൽക്കാൻ ദൂതന്മാരെ അയച്ചവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തന്റെ ദൂതന്മാരെ അയക്കും. നമ്മെ ശുശ്രൂഷിക്കുന്നതിനായി ദൈവം തന്റെ ശക്തരായ ദൂതന്മാരെ വേഗത്തിൽ അയച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങൾ തിരുവെഴുത്ത് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെ, ആ സന്ദേശവാഹകരെല്ലാം നമ്മുടെ പക്ഷത്താണ്. നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് തന്റെ ദൂതന്മാരോട് ആജ്ഞാപിക്കും. തിരുവെഴുത്തുകൾ പറയുന്നു, സ്വർഗത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് യുദ്ധം ചെയ്തു. മഹാസർപ്പവും അവന്റെ ദൂതന്മാരും യുദ്ധം ചെയ്തു. ഇത് വെളിപ്പാട് 12 അധ്യായം 7 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, സാത്താന് ഒരിക്കലും വിജയിക്കാനാവില്ല. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ദാനിയേൽ 12 അധ്യായം 1 വാക്യം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 146, 147 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 15 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.